2022 സിക്സ്ത് സെമ്മിലെ അണ്ടർസ്റ്റാൻഡിങ് ദ മോഡേൺ വേൾഡ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. കൈസർ വില്യം ടു ആരാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. കൈസർ വില്യം രണ്ടാമൻ ആരായിരുന്നു? ഫ്രെഡറിക് വില്യം വിക്ടർ ആൽബർട്ട് എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. ഹി വാസ് ദ ലാസ്റ്റ് ജർമ്മൻ എംപറർ ആൻഡ് കിങ് ഓഫ് പ്രഷ്യ ഫ്രം 1888. അവസാനത്തെ ജർമ്മൻ ചക്രവർത്തിയും പ്രഷ്യൻ രാജാവും ഒക്കെ ആയിരുന്നു 1888 മുതൽ അൺടിൽ ഹിസ് അബ്ഡിക്കേഷൻ ഇൻ 1918. 1918 അദ്ദേഹത്തിന്റെ അബ്ഡിക്കേഷൻ, അദ്ദേഹത്തെ പുറത്താക്കുന്നത് വരെയും, വിച്ച് മാർക്ക്ഡ് ദ എൻഡ് ഓഫ് ദി ജർമ്മൻ എംപയർ. അതോടെ ജർമ്മൻ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കപ്പെട്ടു. ആസ് വെൽ ആസ് ദി ഹോസൻസോർൺ ഡൈനാസ്റ്റി 300-year റൂൾ ഓഫ് പ്രഷ്യ. ഹോസൻസോർൺ രാജവംശത്തിന് 300 വർഷ ഭരണം പ്രഷ്യയില്, അതിനും അന്ത്യം കുറിക്കപ്പെട്ടു. എന്തുമാവട്ടെ, ഡ്യൂറിങ് ദ വാർ, ഓൾദോ നോമിനലി സുപ്രീം കമാൻഡർ, യുദ്ധകാലഘട്ടത്തിൽ സുപ്രീം കമാൻഡർ എന്ന പേരിന് വിളിക്കപ്പെട്ടിരുന്നെങ്കിലും, വില്യം ഡിഡ് നോട്ട് attempt to resist his generals when they kept its conduct in their own hands. അവര് അതിന്റെ പ്രവർത്തനം അവരുടെ സ്വന്തം കൈകളിൽ നിലനിർത്തിയപ്പോൾ പോലും അദ്ദേഹം റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. He encouraged instead of challenging. അവരെ വെല്ലുവിളിക്കുന്നതിന് പകരം അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. The grandiose war aims of the generals and of many politicians that ruled out all chances of compromise peace. സമാധാനത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുകയായിരുന്നു ഇതിന്റെ ഉദ്ദേശം. എന്തായാലും വില്യം രണ്ടാമൻ, നമ്മുടെ ചോദ്യം ഇത് തന്നെയാണ്, കൈസർ വില്യം രണ്ടാമനെ കുറിച്ച്. രണ്ടാമത്തെ ചോദ്യം മെയ്ഫ്ലവറിനെ കുറിച്ചാണ്. ഒരു കപ്പലിന്റെ പേരാണ്. ബ്രിട്ടനിൽ നിന്ന് മതവിശ്വാസത്തിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ക്രിസ്തുമതത്തിലെ ഒരു വിഭാഗമായിരുന്നു. അവര് തീർത്ഥാടക പിതാക്കൾ എന്ന് പിന്നീട് അറിയപ്പെട്ടു, പിൽഗ്രിം ഫാദേഴ്സ്. അവര് പിന്നീട് ഒരു മെയ്ഫ്ലവർ എന്ന് പറഞ്ഞ കപ്പലിൽ അമേരിക്കൻ തീരത്ത് ചെന്ന് ഇറങ്ങുകയാണ്. പിന്നെ അവരവിടെ കൃഷി ചെയ്തും മറ്റുമൊക്കെ ആയിട്ട് അവിടെ പുരോഗതി പ്രാപിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. 13 അമേരിക്കൻ കോളനികൾ പിന്നീട് അവരുണ്ടാക്കിയെടുക്കുമ്പോഴേക്കും ബ്രിട്ടൻ വന്ന് വീണ്ടും അവരെ അടിമകളാക്കി പിടിക്കുന്നു. അമേരിക്കയെ വീണ്ടും അടിമത്തത്തിലേക്ക് ബ്രിട്ടൻ കൊണ്ടുപോകുന്ന ആ കഥയാണ്. Mayflower was an English sailing ship that transported a group of English families known today as pilgrims. ഏതാണ്ട് പിൽഗ്രിം ഫാദേഴ്സ് എന്ന് ഇന്ന് അറിയപ്പെടുന്ന, തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്ന ആ ഇംഗ്ലീഷ് കുടുംബങ്ങളെ കപ്പലിൽ കയറ്റി അമേരിക്കയിൽ എത്തിച്ച ആ കപ്പലിന്റെ പേരാണ്. ഫ്രം ഇംഗ്ലണ്ട് ടു ദ ന്യൂ വേൾഡ് ഇൻ 1620. 1620 സംഭവം. ഇംഗ്ലണ്ടിൽ നിന്ന് പുതുലോകം എന്നറിയപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ആദ്യത്തെ വെളുത്ത വർഗ്ഗക്കാര് എത്തപ്പെട്ടത് അങ്ങനെയാണ്. അമേരിക്ക അതുവരെയും റെഡ് ഇന്ത്യൻസിന്റെ മാത്രം നാടായിരുന്നു. ആഫ്റ്റർ 10 weeks at sea, 10 ആഴ്ചകൾ കടലിൽ കഴിഞ്ഞ് മേഫ്ലവർ എന്ന കപ്പല് വിത്ത് ഇറ്റ്സ് 102 passengers, 102 യാത്രക്കാർ ആൻഡ് ക്രൂ ഓഫ് അബൌട്ട് 30 വരുന്ന കപ്പൽ ജോലിക്കാരുമായി റീച്ച്ഡ് വാട്ട് ഈസ് ടുഡേ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്ന് നമ്മൾ അമേരിക്ക എന്ന് വിളിക്കപ്പെടുന്ന ആ ദ്വീപിൽ എത്തിച്ചേരുകയാണ്. ഡ്രോപ്പിംഗ് ആങ്കർ നിയർ ദ ടിപ്പ് ഓഫ് കേപ്പ് കോഡ്. അവിടെ കേപ്പ് കോഡിനടുത്ത് കപ്പൽ നങ്കൂരമിട്ടു. മസാച്ചുസെറ്റ്സ് ഓൺ November 21, 1620. 1620 നവംബർ 21. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് തോമസ് ജെഫേഴ്സനെ കുറിച്ചാണ്. ആരാണ് തോമസ് ജെഫേഴ്സൺ? നമുക്ക് എല്ലാവർക്കും നന്നായി സുപരിചിതമായി അറിയപ്പെടുന്ന ആ പേര് അദ്ദേഹത്തിന്റെ മുൻഗാമിയായ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജ് വാഷിങ്ടൺ, അമേരിക്കയിലെ 13 അമേരിക്കൻ കോളനികൾക്കും ബ്രിട്ടന്റെ കയ്യിൽ നിന്ന്, മാതൃരാജ്യമായ ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ആ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജ് വാഷിങ്ടനെ കുറിച്ചാണ് എല്ലാവർക്കും നന്നായി അറിയാവുന്നത്. അതുപോലെ തന്നെ മറ്റൊരാളായിരുന്നു തോമസ് ജെഫേഴ്സൺ. ഹി വാസ് ആൻ അമേരിക്കൻ സ്റ്റേറ്റ്സ്മാൻ. രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു, പ്ലാന്റർ, കർഷകനായിരുന്നു, ഡിപ്ലോമാറ്റ്, നയതന്ത്രജ്ഞനായിരുന്നു, ലോയർ, ആർക്കിടെക്ട്, ഫിലോസഫർ, അങ്ങനെ ഒരുപാട് മേഖലയിൽ തെളിഞ്ഞ വ്യക്തിയാണ്. ആൻഡ് ഫൗണ്ടിംഗ് ഫാദർ ഹു സെർവ്ഡ് ആസ് ദ തേർഡ് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. 1801 മുതൽ 1809 വരെയുള്ള കാലഘട്ടങ്ങളിൽ അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ആയിട്ട് സെർവ് ചെയ്തയാളാണ് തോമസ് ജെഫേഴ്സൺ. വാസ് ദ പ്രൈമറി ഓഥർ ഓഫ് ദ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ ഇൻഡിപെൻഡൻസ്. അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയ ആദ്യത്തെ വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് തോമസ് ജെഫേഴ്സനെ കുറിച്ച് പറയാം. Following the American Revolutionary War and before becoming president in 1801,
1801 അമേരിക്കയിലെ മൂന്നാമത്തെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ജെഫേഴ്സൺ വാസ് ദ നാഷൻസ് ഫസ്റ്റ് യുഎസ് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ്സ്. രാജ്യത്തിന്റെ ആദ്യത്തെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു ജോർജ് വാഷിംഗ്ടന്റെ കീഴിൽ, അണ്ടർ ജോർജ് വാഷിംഗ്ടൺ. ആൻഡ് ദെൻ ദ നാഷൻസ് സെക്കൻഡ് വൈസ് പ്രസിഡന്റ് അണ്ടർ ജോൺ ആഡംസ്. പിന്നെ അതിനുശേഷം വന്ന ജോൺ ആഡംസിന്റെ കീഴില് രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടും അദ്ദേഹം ഇരുന്നിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ജെഫേഴ്സൺ വാസ് എ ലീഡിംഗ് പ്രൊപ്പണന്റ് ഓഫ് ഡെമോക്രസി, റിപ്പബ്ലിക്കനിസം ആൻഡ് നാച്ചുറൽ റൈറ്റ്സ്. ഈ തോമസ് ജെഫേഴ്സൺ ഒരു പ്രമുഖ ജനാധിപത്യ വിശ്വാസിയായിരുന്നു, റിപ്പബ്ലിക്കനിസ്റ്റ് ആയിരുന്നു, മനുഷ്യന്റെ സ്വാഭാവിക അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചയാളാണ്. ആൻഡ് ഹി പ്രൊഡ്യൂസ്ഡ് ഫോർമേറ്റീവ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡിസിഷൻസ് അറ്റ് ദ സ്റ്റേറ്റ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽസ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ അദ്ദേഹം പല സുപ്രധാന നയ തീരുമാനങ്ങൾക്ക് അടിസ്ഥാനകരമായിട്ടുള്ള ചില രേഖകൾക്ക് രൂപം കൊടുത്തയാളാണ്. ജെഫേഴ്സൺ വാസ് ബോൺ ഇൻ ടു ദ കോളനി ഓഫ് വിർജീനിയാസ് പ്ലാന്റർ ക്ലാസ്. വിർജീനിയയിലെ തോട്ടം തൊഴിലാളികളുടെ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഡിപ്പെൻഡന്റ് ഓൺ സ്ലേവ് ലേബർ, അടിമകളെ കൊണ്ട് ജോലി എടുപ്പിച്ചുകൊണ്ട് തോട്ടത്തിൽ പണിയെടുപ്പിക്കുന്ന ഒരുതരം തോട്ടം തൊഴിലാളികളുടെ വിഭാഗം. During the American Revolution, Jefferson represented Virginia at the Second Continental Congress. അമേരിക്കൻ റവല്യൂഷന്റെ വിപ്ലവത്തിനിടയിൽ ജെഫേഴ്സൺ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിലെ പ്രതിനിധീകരിച്ചു. ഹി സെർവ്ഡ് ആസ് ദ സെക്കൻഡ് ഗവർണർ ഓഫ് ദ റവല്യൂഷണറി വിർജീനിയ. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ദ റമനോവ് ഫാമിലി എന്നതിനെ കുറിച്ചാണ്. റഷ്യയിലെ റോയൽ ഫാമിലിയാണ് റമനോവ് ഫാമിലി എന്ന് പറയുന്നത്. 1613 മുതൽ 1917 വരെ ഏകദേശം 300 വർഷത്തോളം ഇവരുണ്ടായിരുന്നു. പിന്നീട് ബോൾഷെവിക്കുകൾ റഷ്യയുടെ ഭരണം പിടിച്ചെടുത്തപ്പോൾ ഈ റമനോവ് കുടുംബത്തെ ഒന്നാക്കി ഇല്ലാതാക്കിയാണ് ചെയ്തത്. റമനോവ് ഫാമിലി വാസ് ദ ലാസ്റ്റ് ഇമ്പീരിയൽ ഡൈനാസ്റ്റി ടു റൂൾ റഷ്യ. റഷ്യ ഭരിച്ച അവസാനത്തെ രാജവംശ എന്നൊക്കെ പറയാം ഇമ്പീരിയൽ ഡൈനാസ്റ്റി ആണ് റമനോവ് ഡൈനാസ്റ്റി. ദേ ഫസ്റ്റ് കെയിം ടു പവർ ഇൻ 1613, 1613 അധികാരത്തിൽ വന്ന. ആൻഡ് ഓവർ ദ നെക്സ്റ്റ് 3 centuries, പിന്നീട് 300ഓളം വർഷം, 3 നൂറ്റാണ്ട്, 18 റമനോവ്സ് ടുക്ക് ദ റഷ്യൻ ത്രോൺ. 18ഓളം റമനോവുകൾ റഷ്യയുടെ സിംഹാസനത്തിൽ ഇരുന്നു, ഇൻക്ലൂഡിംഗ് പീറ്റർ ദ ഗ്രേറ്റ്. അതിലൊരാളാണ് പീറ്റർ ദ ഗ്രേറ്റ്, കാതറിൻ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ഫസ്റ്റ് ആൻഡ് നിക്കോളാസ് ടു. ഇവരൊക്കെ റമനോവ് ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ്. ഡ്യൂറിംഗ് ദ റഷ്യൻ റവല്യൂഷൻ ഓഫ് ദ 1970s, 1917 റഷ്യൻ വിപ്ലവത്തിന് ശേഷം, അതിനിടയിൽ ബോൾഷെവിക് റവല്യൂഷണറീസ് ടോപ്പിൾഡ് ദ മൊണാർക്കി. ബോൾഷെവിക് വിപ്ലവകാരികൾ ഈ ചക്രവർത്തിയുടെ ഭരണത്തെ തകിടം മറിച്ച് താഴെയിട്ടു. എൻഡിങ് ദ റമനോവ് ഡൈനാസ്റ്റി. അതോടെ 300 വർഷത്തിനടുത്ത് നീണ്ടുനിന്ന ആ റമനോവ് രാജവംശത്തിന്റെ ഭരണം റഷ്യയിൽ അവസാനിച്ചു. സർ നിക്കോളാസ് സെക്കൻഡ് ആൻഡ് ഹിസ് എൻറ്റയർ ഫാമിലി ഇൻക്ലൂഡിംഗ് ഹിസ് യങ് ചിൽഡ്രൻ വെർ ലേറ്റർ എക്സിക്യൂട്ടഡ് ബൈ ബോൾഷെവിക് ട്രൂപ്സ്. സർ നിക്കോളാസ് രണ്ടാമനെയും അദ്ദേഹത്തിന്റെ മുഴുവൻ ഫാമിലിയെയും കുട്ടികളടക്കം പിന്നീട് ബോൾഷെവിക് കലാപകാരികൾ വധശിക്ഷയ്ക്ക് വിധിച്ചു. They rose to prominence through the marriage of Anastasia Sakharia, a Romanov, to Ivan the Terrible. Anastasia Sakharia, Ivan the Terrible വിവാഹം കഴിച്ചവരാണ് the first Tsar of Russia. Ivan's dynasty soon crumbled to chaos and Russia split apart during the disastrous time of troubles. ഇനി അഞ്ചാമത്തെ ചോദ്യം വെയ്മർ റിപ്പബ്ലിക്കിനെ കുറിച്ചാണ്. The name given to German government between the end of the imperial period 1918 and 1933. 1918നും 1933 നാസി വരികൾ വരുവാണ്. അതിന് മുൻപായിട്ട് 1918 സാമ്രാജ്യത്വ ജർമ്മനിയുടെ അവസാനം ഭരണം എന്നൊക്കെ പറയാവുന്ന ഒരു കഥയാണിത്. വെയ്മർ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ നെയിം ഗിവൺ ടു ദ ജർമ്മൻ ഗവൺമെന്റ്. അന്നേരം ഹിറ്റ്ലറുടെയൊക്കെ നാസി പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ജർമ്മനിയിൽ അധികാരത്തിൽ ഇരുന്ന ഇമ്പീരിയൽ കാലഘട്ടത്തിന്റെ അവസാനം കുറിച്ച ഒരു റിപ്പബ്ലിക്കാണ് വെയ്മർ റിപ്പബ്ലിക് എന്ന് പറയാം. ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ വെയ്മർ റിപ്പബ്ലിക് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 1918 ജർമ്മനി വേൾഡ് വാറിൽ തോറ്റു. എന്നിട്ട് ജർമ്മനിയുടെ മേൽ വലിയ യുദ്ധ കുറ്റം ചുമത്തപ്പെട്ടു. നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് ഒക്കെ ദി വേൾഡ് വാർ വൺ എൻഡഡ് വെൻ ആൻഡ് ആർമിസ്റ്റീസ് വാസ് അഗ്രീഡ് വിത്ത് ദ അലൈസ്. ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ചേർന്ന് ജർമ്മനി തോറ്റുപോയപ്പോൾ അവരുടെ മേലെ ഒരു യുദ്ധ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ബാധ്യത ചുമത്തിയെന്ന് പറയാം. 50,000 members of the German Communist Party ആണ് അന്നേരം ഉണ്ടായിരുന്നത്. നോൺ ആസ് സ്പാർട്ടാസിസ്റ്റ് റിബൽഡ് ഇൻ ബെർലിൻ ലെഡ് ബൈ റോസ ലക്സംബർഗ് ആൻഡ് കാൾ ലിബെക്സ്റ്റ്. ലേറ്റ് ജനുവരിയിലെ എ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് എലക്റ്റഡ് ടു റെപ്രസെന്റ് ദ ജർമ്മൻ പീപ്പിൾ എ നാഷണൽ അസംബ്ലി
to draw up a new constitution. പുതിയൊരു ഭരണഘടന ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവര് പിന്നീട് 1919 ചേർന്നു. ജനുവരി അവസാനം ജൂൺ 28 the new German government was forced to sign a peace settlement called Treaty of Versailles. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചുകൊണ്ടുള്ള ഒരു സന്ധിയാണ് പേരാണ് വേഴ്സായി സന്ധി. ഇത് ഒപ്പുവെക്കാനായിട്ട് പുതിയ ഗവൺമെന്റ് നിർബന്ധിതരാവുകയാണ്. അങ്ങനെ അവരത് ഒപ്പുവെക്കുകയാണ് ജൂലൈ 31. A new constitution was agreed by the National Assembly and Ebert was appointed Germany's first president. ജർമ്മനിയുടെ ആദ്യ പ്രസിഡന്റ് ആയിട്ട് എബേർട്ട് സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അതുപോലെ തന്നെ 1920 ഫസ്റ്റ് എലക്ഷൻസ് വാട്ട് ബിക്കെയിം നോൺ ആസ് ദ വെയ്മർ റിപ്പബ്ലിക് ടുക്ക് പ്ലേസ്. ആദ്യത്തെ എലക്ഷൻ നടക്കുന്നു. വെയ്മർ റിപ്പബ്ലിക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1921 the amount repatriations Germany had to pay was 6.6 billion pound. 6.6 ബില്യൺ പൗണ്ട് യുദ്ധത്തിന് നഷ്ടപരിഹാരം ജർമ്മനി കൊടുക്കണമെന്ന് ജർമ്മനിയുടെ തലയിൽ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ചുമതല കെട്ടിവയ്ക്കുക. പിന്നീടാണ് ഹിറ്റ്ലറുടെ ഭരണമൊക്കെ വരുന്നത്. അപ്പം അതിനു മുമ്പ് ജർമ്മനിയിൽ ഉണ്ടായിരുന്നൊരു ഭരണകൂടത്തെയാണ് വെയ്മർ റിപ്പബ്ലിക് എന്ന് പറയാം. പൊളിറ്റിക്കൽ ടർമോയിൽ ആൻഡ് വയലൻസ്, എക്കണോമിക് ഹാർഡ്ഷിപ്സ് ആൻഡ് ഓൾസോ ന്യൂ സോഷ്യൽ ഫ്രീഡംസ് ആൻഡ് വൈബ്രന്റ് ആർട്ടിസ്റ്റിക് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ വെയ്മർ റിപ്പബ്ലിക്കിന്റെ സങ്കീർണമായ കാലഘട്ടത്തിൽ. അതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായി നടന്നു എന്നുകൂടി പറയാം. അപ്പം നാസി ജർമ്മനി വരുന്നതിന് 1933 വരുന്നതിന് മുമ്പ് ഉള്ളൊരു കഥയാണ്. ഇനി അടുത്തത് ഡസ്റ്റ് ബൗൾ. എന്താണ് പൊടിക്കാറ്റ്? ദ ഡസ്റ്റ് ബൗൾ വാസ് ദ നെയിം ഗിവൺ ടു ദ drought stricken southern plains region of the United States which suffered severe dust storms during drought in the 1930s. 1930കളിൽ തീവ്രമായ വരൾച്ചയുണ്ടായ അമേരിക്കയിലെ ടെക്സാസിലും മറ്റുമൊക്കെ ആയിട്ട് അവിടുത്തെ പുതിയതായി കൊണ്ടുവന്ന കൃഷി രീതികളും മറ്റുമൊക്കെയാണ് കാരണമായത്. ആധുനിക യന്ത്രങ്ങളും ട്രാക്ടറുകളും ഒക്കെ ഒരുപാട് ഓടിച്ചു. അവിടെ മേൽമണ്ണ് പൊടിക്കാറ്റുകൾ പറത്താൻ കാരണമായി. വരൾച്ച മണ്ണിനെ ബാധിച്ചു, മണ്ണൊലിപ്പുണ്ടായി. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ബാധിച്ചു. ഭക്ഷ്യക്ഷാമം പോലും ഇതിനെ തുടർന്ന് ന്യൂ മെക്സിക്കോയിലും ഒക്കൽഹാം, അതുപോലെ തന്നെ ടെക്സാസ് ഇവിടങ്ങളിലൊക്കെ, കൻസാസ് ഇവിടങ്ങളിലൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത്. കൃഷിക്കാർക്ക് അവരുടെ കൃഷിഭൂമിയിൽ പുതിയ പാഠങ്ങൾ നൽകേണ്ടി വന്നു. അവര് കൃഷി ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുല്ലും കളകളും എല്ലാം നശിപ്പിച്ചു. ഭൂമിയുടെ ഈർപ്പം നഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ രണ്ടാമത് ഗവൺമെന്റ് മരങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി കർഷകർക്ക് അങ്ങോട്ട് പണം സബ്സിഡിയായി നൽകി വീണ്ടും വർഷങ്ങൾക്ക് ശേഷം മഴയെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. എന്തുവാട്ടെ, ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം. ജോമോ കെനിയാട്ട. ആരാണ് ജോമോ കെനിയാത്ത എന്നാണ് പറയുന്നത്? കെനിയയുടെ വിമോചന നേതാവാണെന്ന് പറയാം. ആസ് ആൻ ആഫ്രിക്കൻ സ്റ്റേറ്റ്സ്മാൻ ആൻഡ് നാഷണലിസ്റ്റ്, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് ദെൻ ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡന്റ് കെനിയ. സ്വതന്ത്ര കെനിയയുടെ ആദ്യ പ്രൈം മിനിസ്റ്ററും പിന്നീട് പ്രസിഡന്റും ഒക്കെ ആയി മാറിയ ആൾ. ഡ്യൂറിംഗ് ഹിസ് പീരിയഡ് ജോമോ കെനിയാത്ത ഗെയിൻഡ് പോപ്പുലാരിറ്റി ഫോർ ഹിസ് ആന്റി കൊളോണിയൽ പൊസിഷൻ. കോളനി വിരുദ്ധമായ ഒരു പൊസിഷൻ അദ്ദേഹം സ്റ്റാൻഡ് എടുത്തതിന് അദ്ദേഹം വളരെ പ്രശസ്തി നേടി. ഹി അഡ്വക്കേറ്റഡ് ഫോർ ദ റൈറ്റ്സ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് കെനിയൻസ്. കെനിയക്കാരുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി അദ്ദേഹം വാദിച്ചു. കെനിയാറ്റാസ് റൈറ്റിംഗ്സ് വെർ പവർഫുൾ ടൂൾ ദാറ്റ് പ്രൊപ്പൽഡ് ടു ഹിം ടു കിക്കുയു ലീഡർഷിപ്പ്. കെനിയാത്തയുടെ എഴുത്തുകൾ അദ്ദേഹത്തെ കിക്കുയുകളുടെ നേതൃത്വ നിരയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. ഹി യൂസ്ഡ് ദിസ് പൊസിഷൻ ടു റീച്ച് നാഷണൽ ലീഡർഷിപ്പ് ആൻഡ് കെനിയ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ 1963. 1963 കെനിയക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഈ സ്ഥാനം അദ്ദേഹം ഉപയോഗപ്പെടുത്തി ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുവാനായിട്ട്. പിന്നീട് 1978 ഓഗസ്റ്റ് 22 അദ്ദേഹം ജോമോ കെനിയാത്ത അന്തരിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം, ഒമ്പതാമത്തേത്. 6 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതൊക്കെയാണ് ഐക്യരാഷ്ട്രസഭയുടെ എന്നാണ്? ഇംഗ്ലീഷ്, അറബിക്ക്, ചൈനീസ് അഥവാ മാൻഡറിൻ എന്ന് പറയുന്ന ഭാഷയാണ് ചൈനയുടെ ഭാഷ. അതുപോലെ തന്നെ സ്പാനിഷ്, റഷ്യൻ, ഫ്രഞ്ച്, ഈ 6 ഭാഷകളാണ് UN-ന്റെ ഐക്യരാഷ്ട്രസഭയുടെ 6 ഒഫീഷ്യൽ ലാംഗ്വേജുകളായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. These are Arabic, Chinese, English, French, Russian and Spanish. The correct interpretation and translation of these 6 languages, ഈ 6 ഭാഷകളുടെ ശരിയായ വ്യാഖ്യാനവും തർജ്ജമയിലും in both spoken and written form, സംസാര ഭാഷയിലും എഴുത്തു രീതിയിലും വളരെ പ്രധാനമാണ്. Is very important to the work of the organization. ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനത്തിന് സുഗമമായ പ്രവർത്തനത്തിന്റെ ആവശ്യമാണ്. Because this enables clear and concise communication on issues of global importance. ആഗോള പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തമായ ചുരുക്ക രൂപത്തിലുള്ള ആശയവിനിമയം സാധ്യമാക്കുന്നതിന് വളരെ അത്യാവശ്യമാണ്.